بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധി വിലക്കുകളും അവന്റെ നിയമ നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കണം എന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ അനുഗ്രഹങ്ങളുടെ മാസമാണ്. അള്ളാഹുവിന്റെ റഹ്മത്തുകളുടെ ബറക്കാത്തുകളുടെ മാസമാണ്. ഈ അനുഗ്രഹങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് റമളാനിന്റെ അവസാനത്തെ പത്താണ്. അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലൈലത്തുൽ ഖദ്ർ എന്ന അതിവിശിഷ്ടമായ രാവ് ഉൾക്കൊള്ളുന്നത് ഈ അവസാനത്തെ പത്തിലാണ്. ആ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യം എന്താണ്? ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വെച്ച് അതിമഹത്തായ ഒരു ഗ്രന്ഥത്തിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച മാസമാണത്, ദിവസമാണത് എന്നതാണ് ലൈലത്തുൽ ഖദ്റിന്റെ പ്രത്യേകത. വിശുദ്ധ ഖുർആനായ യാഥാർത്ഥ്യം പല സ്ഥലങ്ങളിലായി സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യ വംശത്തിന്റെ പുരോഗതിയുടെ നിദാനമായ, അവരുടെ സന്മാർഗ ദർശനത്തിന്റെ അടിസ്ഥാനമായ, ഖൈറിന്റെയും ഷർറിന്റെയും വിവേചന ഗ്രന്ഥമായ, മനുഷ്യവർഗത്തിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ അതിപ്രധാനമായ ആ ഒരു ഗ്രന്ഥത്തിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചു എന്നത് തന്നെയാണ് ലൈലത്തുൽ ഖദ്റിന്റെ സവിശേഷത. ആ ലൈലത്തുൽ ഖദ്ർ റമളാനിന്റെ അവസാനത്തെ പത്തിലാണ്. അതുകൊണ്ട് തന്നെ റമളാനിന്റെ ബർക്കത്തുകൾ എന്ന് പറയുന്നത് ഈ അവസാനത്തെ പത്തിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഖുർആൻ ഫീ ഖബറു മാ കാന ഖബലക്കും, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ ജനതകളുടെ ചരിത്രങ്ങൾ ഈ വിശുദ്ധ ഖുർആനിലുണ്ട്. വനബഉ മാ യഖൂലു ബഅദകും, നിങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന ജനതകളുടെ വർത്തമാനങ്ങളും ഈ വിശുദ്ധ ഖുർആനിലുണ്ട്. വഹുക്കുമു മാ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സംഭവിക്കാവുന്ന എല്ലാ വിഷയങ്ങളുടെയും പ്രതിവിധി ഈ ഖുർആനിലുണ്ട്. വഹുവൽ ഫസ്ൽ ലൈസ ബിൽ ഹസ്ൽ, ഈ ഖുർആൻ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലുമുള്ള തീരുമാനമാണ്. എല്ലാത്തിന്റെയും അന്തിമ വാക്കും തീർക്കുമാണ് വിശുദ്ധ ഖുർആൻ. ലൈസ ബിൽ ഹസ്ൽ, ഈ ഖുർആൻ എന്ന് പറയുന്നത് കളി തമാശയല്ല. മൻ തറകഹു മിൻ ജബ്ബാരിൻ ഖസമഹുല്ലാഹ്, ധിക്കാരപൂർവ്വം ഈ ഖുർആനിനെ ആരെങ്കിലും കൈയൊഴിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് അയാൾ പാത്രമാകും. വമനിബ്തഗൽ ഹുദാ ഫീ ഗൈരിഹി അദല്ലഹുല്ലാഹ്, ഈ ഖുർആൻ അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഗ്രന്ഥത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയിലോ ആരെങ്കിലും സന്മാർഗം അന്വേഷിക്കുകയാണെങ്കിൽ അയാൾ വഴിപിഴക്കാൻ നിമിത്തമായി തീരും. ഈ ഖുർആൻ എന്ന് പറയുന്നത് ഹബ്ലുല്ലാഹിൽ മതീൻ, അല്ലാഹുവിന്റെ സുദൃഢമായ പാശമാണ്. വഹുവ ദിക്റുൽ ഹകീം, സുവ്യക്തമായ ഉത്ബോധനമാണ്. വഹുവ സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗമാണ്. അപ്പൊ ഈ പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുൾ ചെയ്ത ഈ സവിശേഷത ഒക്കെ ഉൾക്കൊള്ളുന്ന, ഇതിനെല്ലാം അർഹതപ്പെട്ട ലോകത്തിലെ ഏക ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ ഖുർആനിന്റെ അവതരണ വേളയിൽ തന്നെ ഈ ഖുർആനെ നിഷേധിക്കുകയും എതിർക്കുകയും ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതില് മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് വലീദ് ബിൻ മുഗീറ. ഖുറൈശികളുടെ കൂട്ടത്തിൽ സാഹിത്യ വിഷയങ്ങളിൽ കവിതകളെ കുറിച്ച് ധാരാളം പരിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു വലീദ്. അപ്പൊ ഖുറൈശികള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട് തുടങ്ങിയപ്പോ ഇതിനെ സാധാരണ അവർക്ക് പരിചിതമുള്ള സാഹിത്യങ്ങളുടെ ഏതെങ്കിലും ഒരു വശം, ഏതെങ്കിലും ഒരു ഭാഗമായി ഖുർആനിനെ അവർക്ക് കണക്കാക്കാൻ സാധിച്ചില്ല. ഇത് ഗദ്യമാണോ? ഗദ്യമല്ല. പദ്യമാണോ? പദ്യവുമല്ല. ഒരു ചരിത്ര ഗ്രന്ഥമാണോ? ചരിത്ര ഗ്രന്ഥമല്ല. കഥാപുസ്തകമാണോ? അതുമല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഖുർആൻ സാഹിത്യത്തിൽ അന്ന് സുപരിചിതമായ ഏത് ഗണത്തിലാണ് ഉൾപ്പെടുക? അല്ലെങ്കിൽ ഈ ഖുർആനിനെ കുറിച്ച് ആളുകൾ ചോദിക്കുമ്പോൾ അവർക്ക് എന്ത് തൃപ്തികരമായ മറുപടിയാണ് നൽകുക? ഈ വിഷയത്തിൽ അവർ ഉപദേശം തേടിക്കൊണ്ട് വലീദ് ബിൻ മുഗീറയെ സന്ദർശിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞത്, ഇന്നലി ഖൗലി
ഖൗലിഹി ലഹലാവ. മുഹമ്മദ് പറയുന്ന ഈ വാക്കുകൾ അല്ലെങ്കിൽ ഖുർആൻ എന്ന് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരുന്ന ഓതി തരുന്ന ആ വാചകങ്ങൾ, അതില് ചില മാധുര്യമുണ്ട് കേൾക്കാൻ. വൈന്ന അലൈഹില തലാവ, ആ ഖുർആനിന് നല്ല ആസ്വാദനമുണ്ട്. വൈന്ന അലാഹുല മുസ്മിർ, ആ ഖുർആന്റെ മുകൾ ഭാഗം മുസ്മിറാണ്, ഒരുപാട് ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ്. വൈന്ന അസ്ഫലഹു ലമുഗ്ദിക്, അതിന്റെ താഴ്ഭാഗമാണെങ്കിലോ പല അനുഗ്രഹങ്ങളും കോരിച്ചൊരിയുന്നതാണ്. ഈ ഖുർആൻ എല്ലാത്തിനെയും അത് ജയിക്കും. ഈ ഖുർആനിന്റെ മീതെ മറ്റൊരു ഗ്രന്ഥവും ഉണ്ടാവുകയില്ല. ഈ ഖുർആൻ അതിന്റെ താഴെയുള്ള എല്ലാത്തിനെയും അത് അടിച്ചമർത്തും. ഒരു മനുഷ്യന്റെ വാചകമല്ല. കാര്യങ്ങളിലെ തീരുമാനമാണത്. ലൈസ ബിൽ ഹസിൽ, ഇത് തമാശയല്ല. ഇത് വലീദ് ബിൻ മുഗീറ പറഞ്ഞ വാക്കുകളാണ്. ഖുർആനിനെ അംഗീകരിക്കാത്ത, ഖുർആനിനെ വിമർശിക്കുന്ന, ഖുർആനിന്റെ ആദ്യ വിമർശകരായ ഖുറൈശികളുടെ നേതാവായ വലീദ് ബിൻ മുഗീറ ഖുർആനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങളാണത്. അക്ഷരാർത്ഥത്തിൽ അത് സത്യവുമായിരുന്നു. അപ്പൊ ഇങ്ങനെ സവിശേഷമായ ഒരുപാട് പ്രത്യേകതകൾ ഉൾക്കൊള്ളുന്ന, ലോകത്ത് ഇന്നേ വരെ വിരചിതമാകാത്ത അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടാത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയൊരു ഗ്രന്ഥം. ആ ഗ്രന്ഥമാണ് മനുഷ്യവംശത്തിന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം. മനുഷ്യൻ എപ്രകാരമാണ് ജീവിക്കേണ്ടത്, അവന്റെ സ്വഭാവ സംസ്കാര മര്യാദകൾ എപ്രകാരമായിരിക്കണം, അവൻ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവൻ ആഹരിക്കേണ്ടതും ആഹരിക്കേണ്ടാത്തതും ഏതൊക്കെയാണ്, ഇങ്ങനെ തുടങ്ങി വ്യക്തിതലത്തിലും കുടുംബതലത്തിലും സമൂഹ തലത്തിലും രാഷ്ട്രതലത്തിലും രാജ്യാന്തര തലങ്ങളിലുമൊക്കെ മനുഷ്യ പുരോഗതിക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും സുവിസ്തരം പ്രതിപാദിച്ച മഹത്തായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അതിന്റെ അനുയായികളായ നാം ആ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച ഈ രാവിനെ അങ്ങേയറ്റം മഹത്വമായി കാണുന്നു. ആ രാവിന്റെ പുണ്യങ്ങൾ സ്വാംശീകരിക്കുക എന്നുള്ളത് വിശ്വാസികളായ നമുക്ക് നിർബന്ധമാണ്. ആ രാവിനാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് ഈ ഖുർആനെ നാം ഇറക്കിയത്. ഖുർആനിന്റെ ദാർശനികതയെ കുറിച്ച്, ആ ഖുർആൻ ഉൾക്കൊള്ളുന്ന ആശയങ്ങളുടെ ഗാംഭീര്യങ്ങളെ കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചത് മനുഷ്യവർഗവും ജിന്നുവർഗവും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ പോലും സമാനമായ ഒരു ഖുർആനോ ഒരു സൂറത്തോ അല്ലെങ്കിൽ ഒരു സൂക്തമോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ്. ജിന്നുവർഗവും മനുഷ്യവർഗവും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ പോലും സമാനമായ ഒരു ഖുർആൻ കൊണ്ടുവരാനേ സാധ്യമല്ല. ചില ആയത്തുകൾ കൊണ്ടുവരാൻ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആയത്തുകൾ കൊണ്ടുവരാൻ പോലും അന്നത്തെ മനുഷ്യർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് ഫൈലം തഫ്അലു, ഇന്ന് അറബി സാഹിത്യത്തിന്റെ ഉത്തുംഗതയിൽ അറബി സമൂഹം വിരാജിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഖുർആനിന് സമാനമായ ആയത്തുകൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ വലൻ തഫ്അലു, ഖിയാമത്ത് നാൾ വരെയും സമാനമായ ഒരു ഖുർആൻ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമേ അല്ല എന്ന് ഖുർആൻ പ്രഖ്യാപിക്കുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ആ അവതരണം നടന്നത്, അല്ലെങ്കിൽ ഖുർആനിന്റെ അവതരണത്തെ കുറിച്ച്, അല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റും ഖുർആനുമായുള്ള ബന്ധങ്ങളെ കുറിച്ച് 2-3 അഭിപ്രായങ്ങളുണ്ട്. ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച രാവാണത് എന്നൊരു അഭിപ്രായം. മറ്റൊന്ന്, ഖുർആൻ അള്ളാഹുവിന്റെ വിജ്ഞാന രേഖ അല്ലെങ്കിൽ വിജ്ഞാനം സംഭരിച്ച ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലേക്ക് അവതരിപ്പിക്കപ്പെട്ടത് ആ രാവിലാണ് എന്ന വ്യാഖ്യാനം. ഏതാണെങ്കിലും ഖുർആനിന്റെ അവതരണത്തിന് ആരംഭം കുറിച്ചത് ആ രാവിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്
ഖലഖൽ ഇൻസാന മിൻ അലഖ് എന്ന ഖുർആനിന്റെ ആദ്യ സൂക്തങ്ങൾ ഓതിക്കൊടുത്തത് ആ രാവിലാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പൊ ഈ ഒരു രാവിന്റെ മഹത്വം ഈ വരാനിരിക്കുന്ന ദിവസങ്ങളിലാണത്. അതുകൊണ്ട് ആ രാവിന്റെ മഹത്വം നിങ്ങൾ ഉൾക്കൊള്ളണം, അതിനുവേണ്ടി നിങ്ങൾ കടഞ്ഞ് പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്നാണ് ഖത്തീബ് തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചത്. അപ്പോ പല റിവായത്തുകളുണ്ട്. ആ രാവ് ഏത് ദിവസത്തിലാണ്, ഏത് തീയതിയിലാണ് റമദാനിന്റെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചില ആളുകൾ വന്നിട്ട് ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾ കണ്ടു, ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് പറഞ്ഞപ്പോ നിങ്ങളിൽ പറഞ്ഞ സവിശേഷതകളൊക്കെ ആ രാവുമായി ഒത്തുവരുന്നു, അത് റമദാനിന്റെ 26-ാം രാവാണ് എന്ന് പറഞ്ഞ സംഭവം ഹദീസുകളിൽ കാണാം. ഉബാദത്ത് ബിൻ സാമിത്ത് നബി സല്ലല്ലാഹു അലൈഹി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്ർ ഇന്ന ദിവസമാണ് എന്ന് അറിയിച്ചു തരാൻ വേണ്ടി പ്രവാചകൻ പുറപ്പെട്ടു. ആ സന്ദർഭത്തിലാണ് രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടുന്നത് കണ്ടത്. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെട്ടു. ഇത് ഏത് രാവാണ് എന്ന വിവരം പ്രവാചകനിൽ നിന്ന് ഉയർത്തപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഇന്ന ദിവസമാണത് എന്ന് ഖണ്ഡിതമായി പറയാൻ നിവൃത്തിയില്ല. നേരത്തെ പറഞ്ഞ സഹാബികൾ ലൈലത്തുൽ ഖദ്റിനെ കണ്ടതായ വിവരം പ്രവാചകനോട് പറഞ്ഞ ആ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത് ആ വർഷത്തിലെ റമദാൻ ആ 27-നായിരുന്നു എന്നാണ്. അപ്പൊ റമദാൻ 27 എന്ന് പറയുന്നത് എല്ലാ വർഷവും ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമായി കൊള്ളണമെന്നില്ല എന്നും വർഷങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ആ ദിവസങ്ങളിൽ മാറ്റം സംഭവിക്കാം എന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ കാന യതഹരിഹ ഫൽയതഹരിഹ ലൈലത അസ്സാബി വൽ 20, ആരെങ്കിലും അതിനെ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ 26-ാം രാവിലെ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞ ഹദീസ് നമുക്കറിയാം. ഇവിടെ രണ്ട് സഹാബികൾ ശണ്ട കൂടി അത് നിമിത്തമായി ലൈലത്തുൽ ഖദ്ർ ഇന്ന രാവാണ് എന്ന വിവരം പ്രവാചകനിൽ നിന്ന് ഉയർത്തപ്പെട്ട സംഭവം ഉദ്ധരിച്ചുകൊണ്ട് ഖത്തീബ് പറഞ്ഞത് രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുക എന്നുള്ളത് നിസ്സാര സംഭവമാണ്. ആ ഒരു നിസ്സാര സംഭവത്തിന്റെ പേരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം മനുഷ്യവംശത്തിന് ആജീവനാന്തം ഉപകാരപ്രദമാകുമായിരുന്ന ഒരു വിവരം അത് പ്രവാചകനിൽ നിന്ന് ഉയർത്തപ്പെട്ടു എങ്കിൽ മനുഷ്യർ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതിനേക്കാൾ ഗൗരവപരമായ തെറ്റുകൾ ഫലമായി എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് ഉയർത്തപ്പെടും. അതുകൊണ്ട് ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യാതെ പരമാവധി തെറ്റുകളിൽ നിന്ന് അകന്ന് ജീവിക്കാനാണ് ഓരോ വിശ്വാസിയും ശ്രമിക്കേണ്ടത് എന്ന പാഠം ആ സംഭവത്തിൽ ഉണ്ട് എന്നാണ് ഖത്തീബ് സൂചിപ്പിച്ചത്. രണ്ടാളുകൾ തമ്മിൽ തർക്കിച്ചു. മനുഷ്യവംശത്തിന്റെ വിജയത്തിന് വേണ്ടി, അന്തിമ വിജയത്തിന് വേണ്ടി അള്ളാഹു നിജപ്പെടുത്തി തന്ന ഒരു ദിവസം മറപ്പിക്കുവാൻ ആ സംഭവം കാരണമായി എങ്കിൽ മനുഷ്യന്മാര് ദിനേന ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ തെറ്റുകളും കുറ്റങ്ങളും അതിന്റെ പേരിൽ ഈ ഭൂലോകത്തേക്ക് ലഭിക്കുമായിരുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങൾ ഒരു പക്ഷേ തടയപ്പെട്ടേക്കാം. അതിനാൽ തെറ്റുകൾ ചെയ്യാതെ ജീവിക്കാനാണ് നാം ഓരോരുത്തർ ശ്രമിക്കേണ്ടത്. എന്നിട്ട് ആ ഹദീസ് അദ്ദേഹം ഓതുകയും നമ്മൾ ശ്രദ്ധപ്പെടുത്തുകയുണ്ടായി. എനിക്കൊരിക്കലും ശുറക്കാന്റെ ആവശ്യമില്ല, പങ്കുകാരന്റെ ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ തനിച്ചാണ് ചെയ്യുന്നത്. അല്ലാഹുവാണ് ഖാലിഖ്, അവൻ മാത്രമാണ് റാസിഖ്, അവൻ മാത്രമാണ് ഹാദി, അവൻ മാത്രമാണ് സന്മാർഗം നൽകുന്നത്, അവൻ മാത്രമാണ് മഴ വർഷിപ്പിക്കുന്നത്. എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്നത് അവനാണ് എങ്കിൽ അവന്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൈനീട്ടുക എന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത്. ആരെങ്കിലും എന്റെ ഈ അധികാര അവകാശങ്ങളിൽ ആരെയെങ്കിലും പങ്കു ചേർക്കുകയാണെങ്കിൽ ആ പങ്കു ചേർക്കുന്ന മനുഷ്യനെയും അവന്റെ ശിർക്കിനെയും ഞാൻ ഉപേക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ പറഞ്ഞ, അള്ളാഹു പറഞ്ഞ ഖുദ്സിയായ ഹദീസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പൊ അതുകൊണ്ട് നാം പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അകന്ന് ജീവിക്കുക, നന്മകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക, റമദാനിന്റെ അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
മൻ ഖാമ ലൈലത്തുൽ ഖദർ ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്നാണ്. ഈ ലൈലത്തുൽ ഖദറിന്റെ രാവിൽ ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, പ്രതിഫലേച്ഛയോടുകൂടെ ആരെങ്കിലും അല്ലാഹുവിന് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്താൽ അയാളുടെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ തന്നെ പൊറുക്കപ്പെടും എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഭാര്യ മഹദി ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, അല്ലയോ പ്രവാചകരെ, ഇന്ന ദിവസമാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് ഞങ്ങൾക്ക് ബോധ്യമായാൽ ഞങ്ങൾ എന്താണ് അല്ലാഹുവിനോട് ചോദിക്കേണ്ടത്, പറയേണ്ടത്? അവിടുന്ന് പ്രവാചകൻ പറഞ്ഞ മറുപടി, ഖൂലി അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്, പുറത്തു കൊടുക്കുന്നവനാണ്. അതുകൊണ്ട് എന്റെ പാപങ്ങളൊക്കെ തന്നെയും എനിക്ക് പുറത്തു തരണമേ എന്ന പ്രാർത്ഥന ധാരാളമായി പ്രാർത്ഥിക്കുക എന്നാണ് പ്രവാചകൻ നിർദ്ദേശിച്ചത്. അതിനാൽ അടുത്ത വർഷത്തെ റമദാനിൽ നമ്മുടെ കൂട്ടത്തിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകുമെന്നും ആരൊക്കെ റമദാനിനെ കണ്ടുമുട്ടുമെന്നും യാതൊരു നിശ്ചയവുമില്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ ഇന്ന് നമ്മോടൊപ്പമില്ല. മരണത്തിന് പ്രായവ്യത്യാസമില്ല. വന്നെത്തിയ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്നത്തെ റമദാനിനെ ആരുപയോഗപ്പെടുത്തുന്നുവോ അവനാണ് വിജയി. മഹാനായ അലി ഇബ്നു അബീ താലിബ് പറയാറുണ്ടായിരുന്നു എന്നാണ്, റമദാൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മാസമാണ്, അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള മാസമാണ്, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് കൂടുതൽ അടുക്കുവാനുള്ള മാസമാണ്. ആ മാസങ്ങളിൽ അമലുകൾ ചെയ്യുന്ന ആളുകൾ രണ്ട് വിഭാഗക്കാരായിരിക്കും. ഒരു വിഭാഗം മഖ്ബൂൽ എന്ന് പറയുന്ന ഗണത്തിലാണെങ്കിൽ മറ്റൊരു വിഭാഗം മഹ്റൂം എന്ന് പറയുന്ന ഗണത്തിലാണ്. മഖ്ബൂൽ എന്ന് പറഞ്ഞാൽ അമലുകളൊക്കെ സ്വീകരിക്കപ്പെടുന്ന വിഭാഗം. മഹ്റൂം എന്ന് പറഞ്ഞാൽ ആ അമലുകൾ സ്വീകരിക്കപ്പെടാതെ തടയപ്പെട്ട വിഭാഗം. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മഖ്ബൂൽ എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഫനുഹന്നിയഹു, അത്തരം ആളുകൾ നമുക്ക് പ്രത്യേകം അഭിനന്ദിക്കാമായിരുന്നു. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് മഹ്റൂം എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ തടയപ്പെട്ട ആളുകൾ ആരാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഫനുഅസ്സിഹി, അവരെ നമുക്ക് അനുശോചനം അറിയിക്കാമായിരുന്നു എന്നാണ്. ഒരു റമദാൻ വന്നെത്തിയിട്ട് ആ റമദാനിനെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കാത്ത മനുഷ്യൻ ആരാണോ അവനാണ് ഏറ്റവും വലിയ പരാജിതൻ എന്ന് വ്യത്യസ്ത രൂപങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനാൽ കഴിഞ്ഞു പോയ റമദാനിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടെങ്കിൽ ഇനി വരാനിരിക്കുന്ന 5-8 ദിവസങ്ങളിൽ അത് പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുക. അമലുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക, ആരാധനകൾ വർദ്ധിപ്പിക്കുക, വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം സുദൃഢമാക്കുക. ഈ ഖുർആൻ എന്ന് പറയുന്നതാണ് ഈ സമുദായത്തിന്റെ ബലം. ഖുർആൻ എന്ന് പറയുന്നതാണ് ഈ സമുദായത്തിന്റെ ശക്തി. ഖുർആൻ എന്ന് പറയുന്നതാണ് ഈ സമുദായത്തിന്റെ അഭിമാനം, ഇസ്സത്ത്. അതുകൊണ്ട് ഖുർആൻ വിട്ട് ഒരു നിലനിൽപ്പ് ഈ സമുദായത്തിനില്ല. ഖുർആൻ എന്ന് പറയുന്നത് പാരായണം ചെയ്യപ്പെടുന്ന ഒരു ഗ്രന്ഥം മാത്രമായി കണക്കാക്കരുത്. ജീവിതത്തിൽ ഉൾക്കൊള്ളാനുള്ളതാണ്, ജീവിതത്തിൽ പകർത്താനുള്ളതാണ്. ആ ഖുർആൻ പഠിക്കാനുള്ളതാണ്, ഉൾക്കൊള്ളാനുള്ളതാണ്. ആ ഖുർആൻ ചിന്തിക്കാനുള്ളതാണ്, അതിലെ ആശയങ്ങൾ ഗ്രഹിക്കാനുള്ളതാണ്. ആ നിലക്ക് ഖുർആൻ പഠിക്കാനും ഖുർആൻ ഉൾക്കൊള്ളാനും ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ പരമാവധി ഉൾക്കൊണ്ട് പ്രാവർത്തികമാക്കി ഖുർആനിനനുസൃതമായി ഖുർആനിന്റെ ജീവിക്കുന്ന കോപ്പികളായി മാറാനും നാം ഓരോരുത്തരും തയ്യാറാവുക. ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുക. നമ്മുടെ കൂടെയുള്ള ആളുകളെ, പാവങ്ങളെ, മുഖ്യധാരയിൽ നിന്ന് അകറ്റപ്പെട്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട പാവങ്ങളായ ആളുകളെ ചേർത്ത് പിടിക്കുക. ഐക്യവും സാഹോദര്യവും ഊട്ടിയുറപ്പിക്കുക. അങ്ങനെ ഇസ്ലാമിന്റെ ജീവിക്കുന്ന മാതൃകകളായി പ്രവാചകന്റെയും സഹാബികളുടെയും താബീകളുടെയും ഒക്കെ മാതൃക പിൻപറ്റിക്കൊണ്ട് യഥാർത്ഥ മുസ്ലിങ്ങളായി റമദാനിന്റെ മുഴുവൻ പുണ്യവും നന്മയും സ്വാംശീകരിച്ച് ഉൾക്കൊണ്ട് ധന്യമായ ജീവിതം നയിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. വരാനിരിക്കുന്ന ദിവസങ്ങൾ സക്കാത്തുൽ ഫിത്തറിന്റെ ദിവസങ്ങളാണ്, ദാനധർമ്മങ്ങളുടെ മാസമാണ്, ദിവസങ്ങളാണ്. അതേപോലെ ഇഅ്തികാഫിന്റെ ദിവസങ്ങളാണ്.
പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ഈ അക്ഷരാർത്ഥത്തിൽ പുണ്യങ്ങളുടെ ദിവസങ്ങളാണ്. ആ ദിവസങ്ങളൊക്കെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക, ധാരാളമായി ദാനധർമ്മങ്ങൾ ചെയ്യുക. സകാത്തുൽ ഫിത്ർ റമദാനിൽ സംഭവിച്ചു പോയ എന്തെങ്കിലും ചെറിയ പാളിച്ചകൾ ഉണ്ടെങ്കിൽ അത് സകാത്തുൽ ഫിത്റിലൂടെ പരിഹരിക്കുക. അങ്ങനെ നമ്മുടെ മുഴുവൻ ഒരു വർഷത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ മുഴുവൻ പാപക്കറകളും കഴുകിക്കളഞ്ഞ് നമ്മുടെ മനസ്സിനെ സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് ഈ റമദാൻ കഴിയുന്നതിലൂടെ ഒരു ശുദ്ധമായ കളങ്കമില്ലാത്ത തെളിഞ്ഞ മനസ്സിന്റെ വ്യക്തിത്വത്തിന്റെ ഉടമകളായി മാറാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിന്റെ മുഴുവൻ പുണ്യവും ഉൾക്കൊള്ളുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഗുരുനാഥന്മാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ, സ്നേഹജനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും അവരെയും നമ്മയും അവരെ സ്വർഗത്തിൽ ഒരുമിച്ച് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ സഹോദരങ്ങൾ ഈ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ കഴിയാതെ, മതിയായ ആഹാരമില്ലാതെ, യുദ്ധഭീഷണിയിൽ ബോംബിന്റെയും മിസൈലിന്റെയും താഴെ ജീവിക്കുന്ന മനുഷ്യർ ഇന്നും നമ്മുടെ പരിസരങ്ങളിലുണ്ട്, സമീപ പ്രദേശങ്ങളിലുണ്ട്. അവരെ ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യുക. നമുക്ക് പ്രാർത്ഥന മാത്രമാണ് കരണീയമായ വഴി. ഫലസ്തീനിലും സിറിയയിലും സുഡാനിലും അങ്ങനെ തുടങ്ങി ദുരിതമനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശാന്തിയും സമാധാനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا منك رحمة إنك أنت الوهاب ربنا إننا آمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.